ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനും. ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. അപ്പം 1 മണിക്ക് മുന്നേ ആക്കണം. അപ്പം ഗൈസ്, നേരെ നമുക്ക് അതിൻ്റെ പരിപാടിക്ക് പോകാം. അപ്പോൾ ഒന്നിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ ഒന്ന് കഴുകാം. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് വെള്ളത്തിലിട്ടൊരു 10-15 മിനിറ്റ്സ് ആയി. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മസാലയൊക്കെ പുരട്ടാം. ഇപ്പോൾ നമ്മൾ അതിനുള്ള മസാല എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രം ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റിന് വെക്കണം. നമ്മളിപ്പം ഫ്രിഡ്ജിൽ വെച്ചാൽ ഈസിയാണ്. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത്, ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, കാരണം ഇത്രയും നല്ലോണം തണുത്തിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ഇവിടെ തന്നെ വെക്കാം. അപ്പോൾ അതാണ്ട് മുത്തു കണ്ട് നമുക്ക് ഇവിടെയുള്ള പരിപാടിയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിളും എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, സവാളയും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ അരി ഉണ്ടല്ലോ, നമ്മൾ അരി വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു. അത് നമുക്ക് നമ്മുടെ നെയ്ക്കകത്തിട്ട് നിന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടെടുക്കാം. കാരണം ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെപ്പം ഇവിടെ ബിരിയാണി വെച്ചാലും ഫ്രൈഡ് റൈസ് വെച്ചാലും നമ്മളിത് ആദ്യം ഇങ്ങനെ ചെയ്യും. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു വട്ടം ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റിയായിരുന്നു, അരി അങ്ങ് കുഴഞ്ഞു പോയായിരുന്നു. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതെല്ലാം അരി ഒന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം അവിടെ നമ്മുടെ റൈസ് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. വെള്ളം അവിടെ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അതൊന്ന് പോയി നോക്കാം, വെള്ളം ചൂടായോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, കറുവേപ്പട്ട, ഇലയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് കുക്കർ കേട്ടോ. നമ്മൾ ചോറൊക്കെ വെക്കുന്ന ഇതിൽ തന്നെയാണ്. ഇതാകുമ്പോൾ പെട്ടെന്നുള്ള പരിപാടിയാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ആയി കിട്ടും. ഇപ്പം നമ്മൾ കണ്ട ഇലയും ഗ്രാമ്പും എല്ലാം, പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുവാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ ഇതൊന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇരിപ്പുണ്ട്. നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയുള്ള സാധനം. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും സ്ലൈസായിട്ട് ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ അരിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് ഇടണം. അങ്ങനെ നമ്മളുണ്ട് അതെല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ റൈസ് കുക്കറിനകത്തോട്ട് ഇടാം. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ആ ഇലയുടെ ആ ഒരു സ്മെല്ല്, അത് തുറന്നപ്പോൾ ആ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റും ബീൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊരിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്യാരറ്റും ബീൻസും എല്ലാം വേവും. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. അതിനുള്ള സവാള വഴറ്റുവാണ്. സവാള എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, സവാള ഇട്ടു. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളർ വരുന്നിടം വരെ വഴറ്റണം, എങ്കിലേ നമ്മുടെ ആ ഗ്രേവിക്കൊക്കെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ മുത്തു കണ്ട് അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്നതിൻ്റെ പരിപാടിയിലാണ്. അതുപോലെ വിജീഷ് ആണെങ്കിൽ അവിടെ ക്യാരറ്റ് കട്ട് ചെയ്യുന്നു. ക്യാരറ്റ് കട്ട് ചെയ്യുന്നത് സലാഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനങ്ങോട്ട് മാറിയ സമയത്ത് മുത്തു ഒന്ന് വന്ന് ഉള്ളിയൊക്കെ ഒന്ന് നോക്കുവാണ്. ഞാനാണെങ്കിൽ റൈസ് ഒന്ന് നോക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. നമ്മുടെ റൈസ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ റൈസ് കുടഞ്ഞിടുകയാണ്. നമുക്ക് എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം വെള്ളം വെക്കാൻ. കാരണം രണ്ടാമത് ഇതിനകത്ത് വെള്ളം ഒഴിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെടുത്തിരിക്കുന്നത് 5 കപ്പ് അരിയാണ്, അതായത് ചെറിയ 5 കപ്പ് അരി. അതിനാവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. அது நல்லது தான், மிஸ் பண்ணியாச்சோ. இப்போ இவர் உரம் வாங்கிட்டு வந்தது அது அல்வா தானே, நல்லது. இவர் இப்போ லாஸ்ட்டாக ஃப்ரெண்டு வர നമ്മുടെ പെപ്പർ അഞ്ച് വെച്ചത് എന്താ ഉള്ളതാണോടാ? அது உள்ளதாக இருக்குது. அந்த അപ്പം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മതി. കാരണം അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി. കാരണം നമ്മൾ കൂടുതൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആയിപ്പോവും. നമ്മൾ ഉണ്ടാക്കുന്ന പെപ്പർ ചിക്കൻ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ ഇടുന്നത് കുരുമുളക് പൊടിയായിരിക്കും. പിന്നെ കുറച്ച് ഗരം മസാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി മതി, അല്ലാതെ കൂടുതലായിട്ട് ഇടണ്ട. നമുക്കിതിനകത്ത് നിൽക്കേണ്ടത് പെപ്പറാണ്. ആ പെപ്പറാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ അല്ല, അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ വഴറ്റുവാണ്. നമ്മുടെ ആ പെപ്പറിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തില്ല. നല്ലതുപോലെ ആ പച്ചമണം അങ്ങ് മാറണം. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാനായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ച് സെറ്റായിരിക്കുവാണ് കേട്ടോ, അടിപൊളിയായിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്.
ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇതാക്കണം കേട്ടോ, നല്ലതുപോലെ മിക്സ് ആക്കണം. കാരണം ആ മസാല എല്ലാം ചിക്കനകത്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു ഇത് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വേറെ മസാല വേറെ ആയിട്ട് കിടക്കും. അതുകൊണ്ട് നല്ലതുപോലെ എടുക്കാം. ഞാനാണെങ്കിൽ അതിനകത്ത് ആദ്യം വെള്ളം യൂസ് ചെയ്യുന്നതില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കും. അതിന് ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് വേണം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം ആവശ്യം വരും. കാരണം ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഇതിനകത്തുനിന്ന് വരാനില്ല. എന്നാലും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫസ്റ്റ് വെള്ളം ഒഴിക്കാതാണ് വേവിക്കുന്നത്. അപ്പോഴത്തേന് ആ ചിക്കൻ്റെ തന്നെ മസാലയും കാര്യങ്ങളും എല്ലാം ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നല്ലോണം ചിക്കൻ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അടച്ച് വെക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായി പരുവെന്ന്. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പുരട്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കാരണം ഇത്രയും നേരം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇപ്പോൾ കുറേ നേരമായി, ഒരു 1/2-3 മണിക്കൂറായി. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതെല്ലാം പോയി. എന്നാലും നമ്മളത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ട് പോരാമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്യേണ്ടി വരും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കുരുമുളകിൻ്റെ നല്ല മണം വരുന്നുണ്ട്. എന്താവും എന്തോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വീണ്ടും നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അരി ഒന്ന് നോക്കാം കേട്ടോ. അരി എന്തായാലും വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവാണ്, കൂടുതലുമില്ല കുറവുമില്ല, പക്കയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലിടാനായിട്ട് കുറച്ച് കിസ്മിസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കിസ്മിസും കാര്യങ്ങളെല്ലാം വറുത്തു. അതിൻ്റെ കൂടെ നമുക്ക് സവാളയുണ്ട്, സവാളയും കൂടി ഇടാം. കിസ്മിസ് കുറച്ചൊന്ന് കരിഞ്ഞു പോയി കേട്ടോ, അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടോ അതിൻ്റെ മണ്ടക്കിടാനായിട്ട് ഒരു സവാള, ഒരു അരമുറി സവാള എടുത്തിട്ടുള്ളൂ. കാരണം മുകളിൽ മാത്രം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ ഡെക്കറേഷൻ, അല്ലാതെ നമ്മൾ ലെയർ അടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. എന്താ ചിക്കൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തായിരുന്നു കേട്ടോ, ചെറുതായിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തായിരുന്നു. കാരണം ഒരുപാട് വെള്ളം നമുക്ക് അതിന് വന്നില്ല. അങ്ങനെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് അന്നേരം സലാഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. സലാഡ് വിജീഷാണ് ചെയ്തത്. കട്ടിങ്ങും കാര്യങ്ങളും മിക്സിങ്ങും എല്ലാം അവൻ തന്നെ ആയിരുന്നു. ഞാൻ ആ ഭാഗത്തോട്ടേ പോയിട്ടില്ല. അവൻ എന്തായാലും നല്ല രീതിയിൽ മിക്സൊക്കെ ചെയ്ത് അതിൻ്റെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വിനാഗിരിയും പച്ചമുളകും എല്ലാം ആവശ്യം പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. നമ്മളെല്ലാം പോയി കുളിച്ചു റെഡിയായിട്ട് വന്നു. എനിക്കും വിജീഷിനും ഓഫാണ്, മുത്തൂന് മാത്രം ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1 മണിക്ക് മുന്നേ തീർക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ തീർന്ന് വന്നപ്പോൾ 1:20 അപ്പോൾ നമ്മൾ പോയി കുളിച്ച് റെഡിയായിട്ട് വന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ മുത്തു ഓരോരുത്തർക്ക് വേണ്ടി സെപ്പറേറ്റായിട്ട് വിളമ്പുകയാണ്. നമ്മൾ 3 പേരും ചേർന്നാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നമുക്ക് ഓഫുള്ള ദിവസങ്ങളിലാണ് ഇതുപോലെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാത്ത മാക്സിമം ദിവസം നമ്മൾ രസവും കടലയും പയറും ചിക്കനും ബീഫും അങ്ങനെ മാറി മാറി ഇരിക്കും. കൂടുതൽ ടൈമും രസവും കടലയും പയറും ഒക്കെ ആയിരിക്കും. ഓഫുള്ള ദിവസമൊക്കെ നമുക്കിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഒരു 1-2 മാസമായി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കറിയെല്ലാം വിളമ്പി, കറിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കറിക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഉപ്പും കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കറക്റ്റായിരുന്നു. ഇനി ചോറിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മുടെ റൈസിനകത്ത് കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയി കേട്ടോ. കാരണം നമ്മൾ റൈസിനകത്ത് നമ്മൾ 2-2.5 സ്പൂൺ ഉപ്പിട്ടു. പക്ഷേ എങ്കിലും റൈസിനകത്ത് കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ കറിയും ചോറൂടെ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം ഇവിടുത്തെ ചോറും കാര്യങ്ങളും എല്ലാം വിളമ്പി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സലാഡ് കൂടെ വിളമ്പാം. 3 പേരുടെയും പാത്രം സലാഡ് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എടുക്കാം. സലാഡിന് നല്ല എരിവുണ്ട് കേട്ടോ. അവനൊരു 3-4 മുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല എരിവുണ്ട്. സലാഡിനും എരിവ്, ചിക്കൻ കറിക്കും ആണെങ്കിൽ പെപ്പറിൻ്റെ അതിനും എരിവ്, എല്ലാം കൊണ്ട് ഇന്ന് പുകയുന്ന ദിവസമാണ്. എന്തായാലും നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ടുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആൻഡ് പെപ്പർ ചിക്കൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.